गणपतये नमः। ओम श्री गुरुभ्यो नमः। ओम श्री लक्ष्मी नमः। ओम ह्रीं नमः शिवाय। अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण। अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण। അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആറ്റുകാലമ്മയുടെ പൊങ്കാലയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മയുടെ ഈ വർണ്ണാഭമായ ശക്തി സ്രോതസ്സിൻ്റെ ചൈതന്യത്തിൻ്റെ ഉറവിടമായ അമ്മയുടെ ഈ ഒരു പൊങ്കാല ഉത്സവം സ്ത്രീകളിലെ ആധ്യാത്മിക ചൈതന്യത്തിന് ശക്തിയേകുന്നവയാണ്. ആധ്യാത്മ്യ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെയധികം വിസ്മരിക്കപ്പെടുന്നു. ഈ വിസ്മരിക്കപ്പെടുന്ന ഈ ശക്തി എന്തുകൊണ്ടാണ് ഓരോ മനുഷ്യരിലുമുള്ള ഈ ഒരു ശക്തി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, എങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നും ഒരു ഈശ്വര ചൈതന്യത്തിലോട്ട് ഉയരാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണകി. കണ്ണകി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയായിരുന്നു. അവരുടെ ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയാണ്, പാതിവൃത്യത്തിൻ്റെ ശക്തിയാണ് അവരെ ഈശ്വരീയതയിലേക്ക് നയിച്ചത്. അപ്പോൾ ഈശ്വരീയതയിലേക്ക് നയിക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മൊറാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവശുദ്ധി. ആ സ്വഭാവശുദ്ധിയിലൂടെയാണ് അവർ ഈശ്വരീയത കൈവരിച്ചത്. അപ്പോൾ ഓരോ സ്ത്രീക്കും ആ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് എത്രത്തോളം മഹത്വമുള്ളതാണെന്ന് അമ്മ കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദേവിയുടെ ഇന്ന് മൂന്നാം ഉത്സവമാണ്. മൂന്നാം ഉത്സവം എന്ന് പറയുമ്പോൾ ദേവിയുടെ വിവാഹ ദിവസമാണെന്ന്. തോറ്റം പാട്ടിൽ ചിലപ്പതികാരം എന്ന് പറയുന്ന ആ ഒരു മഹാകാവ്യമാണ് പാടപ്പെടുന്നത്. ഇത് നമുക്ക് വേറെ ഒരിടത്തും കിട്ടില്ല. തോറ്റം പാട്ട് ഓരോരോ തലമുറ മാറി തലമുറ കൈമാറി വരുന്ന ഒരു വിദ്യയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യയെ ഇവിടെ എല്ലാ ഉത്സവങ്ങളിലും തോറ്റംപാട്ട് പാടുകയും ആ പാട്ടിലൂടെ ആൾക്കാർക്ക്, ജനങ്ങളിലേക്ക് ആധ്യാത്മിക ശക്തി പകരുകയും ചെയ്യുകയാണ്. ഏതൊരു കുഞ്ഞു കുട്ടിക്കും അമ്മയുടെ സാന്നിധ്യം ഇവിടെ നമുക്ക് ഏവർക്കും ശ്രദ്ധേയമായി ലഭിക്കുന്ന ഒരു സന്നിധിയാണ് ആറ്റുകാൽ ഭഗവതിയുടെ സന്നിധി. വളരെ കുട്ടിക്കാലം ജനിച്ചു വീണപ്പോൾ അമ്മയുടെ തിരുനടയിലാണ് നമുക്ക് പേര് വെച്ചത്. ശ്രീ രാജരാജേശ്വരി എന്നായിരുന്നു നമുക്ക് വെച്ച പേര്. അതിനുശേഷം സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ പല സമയം അമ്മയുടെ മുറ്റത്ത് ധ്യാനിക്കാൻ വരും. ധ്യാന നിമഗ്നനായിട്ടിരിക്കുമ്പോൾ അത് ധ്യാനമാണെന്ന് എനിക്കറിയില്ല. സ്കൂൾ ബസ്സും കോളേജ് ബസ്സും മിസ്സാവാറുണ്ട്. അങ്ങനെ ബസ് മിസ്സായി മിക്ക ദിവസങ്ങളിലും സ്കൂളിലും കോളേജിലും ലേറ്റായിട്ട് പോകാറുണ്ടായിരുന്നു. അന്ന് അത് ധ്യാന നിമഗ്നമായ അവസ്ഥയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ കാലപ്പോക്കിൽ അമ്മ എന്താണെന്ന് മനസ്സിലാക്കി തന്നു. ആധ്യാത്മിക ചൈതന്യമാണ് ഓരോ മനുഷ്യൻ്റെയും ശക്തി. ആ ചൈതന്യം ഈ തിരുനടയിൽ നമ്മൾ വരുമ്പോൾ നമ്മളിൽ ഉണരുന്നു. അങ്ങനെ ഒരു ശക്തി ചൈതന്യമുള്ള സ്ഥലമാണ്, ഒരു ശക്തിപീഠം തന്നെയാണ് നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രം. ശക്തി സ്വരൂപിണിയായ ദേവി പുരുഷാർത്ഥ പ്രധാനിയാണ്. ധർമാർത്ഥ കാമമോക്ഷത്തിൻ്റെ അതിദേവത ദേവിയാണ്. സമൂഹത്തിൽ അന്തസ്സും യശസ്സും കീർത്തിയും സന്തോഷമുള്ള കുടുംബജീവിതവും ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും എല്ലാം ഒരു മനുഷ്യന് വരണമെങ്കിൽ അവന് ദേവി കടാക്ഷം വേണം. അങ്ങനെയുള്ള ഒരു കടാക്ഷം പ്രദാനം ചെയ്യുവാൻ ആറ്റുകാൽ അമ്മയിൽ കഴിഞ്ഞൊരു ദേവിയില്ല എന്നുള്ളത് സത്യമാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് അനുഭവപ്പെടാത്ത ഒരു ഊർജ തരംഗം ആറ്റുകാൽ ദേവിയുടെ നടയിൽ നമുക്ക് ഊർജം അനുഭവപ്പെടാൻ സാധിക്കും. അതുമാത്രവുമല്ല, ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത് ദുർഗയും ഭദ്രകാളിയുമാണ്, ബാലഭദ്രയുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദേവതാ സംയോഗമാണ് ആറ്റുകാലമ്മ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അഭീഷ്ടസിദ്ധിക്കുള്ള വരം
കൊടുക്കുന്ന അമ്മയായി ഇരിക്കുകയാണ് ആറ്റുകാലിൽ. ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൻ്റെ നടയിൽ കുഞ്ഞിലെ പേര് വെച്ചത് തൊട്ട്, താലപ്പൊലി എടുത്തത് തൊട്ട്, പൊങ്കാല ഇട്ടത് തൊട്ട് വേറൊരു കാര്യം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലസമർപ്പണം. അതായത് സുമംഗലികൾക്ക് നല്ല സുമംഗലിയായിട്ടിരിക്കാനും അവരുടെ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവാനുമാണ് ഈ താലസമർപ്പണം നടത്തുന്നത്. താലസമർപ്പണം എന്ന് പറയുന്നത് ഒരു 6 വിധത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ദേവിക്ക് സമർപ്പിക്കുന്നതാണ്. ഇന്ന്, അതായത് ഈ 3-ാം ഉത്സവത്തിന് താലസമർപ്പണം വളരെയധികം, അതായത് തട്ടസമർപ്പണം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. അഭിഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ആർക്കെല്ലാം കിട്ടുന്നുവോ അവർ ജീവിതത്തിൽ യശസ്കരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അമ്മയുടെ തിരുനടയിൽ ആരൊക്കെ വരുന്നോ അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അമ്മയുണ്ടാവും. അതുമാത്രവുമല്ല, ഗൃഹസ്ഥരുടെ ഇഷ്ടദേവി കൂടിയാണ് ആറ്റുകാലമ്മ. അമ്മയുടെ നടയിൽ നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയോ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പൊങ്കാലയോ എല്ലാം അമ്മ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. നമ്മളിൽ ഒരാളായി അമ്മ ഇറങ്ങി വന്ന് അമ്മ ഈ പൊങ്കാല നിവേദ്യം സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടി നമ്മുടെ കൂടെ ഇവിടെ ഒരു ഊർജ പ്രവാഹമായി അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കുന്നു. ചിലപ്പതികാരത്തിൻ്റെ ഒരു കഥയുണ്ട്. ചിലപ്പതികാരത്തിലെ കഥയാണ് കണ്ണകിയുടെ കഥ. കണ്ണകി എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ മകളായിരുന്നു. അവർക്ക് കോവലൻ എന്നുള്ളൊരു ഭർത്താവ് ഉണ്ടാവുകയും ആ വിവാഹത്തിൽ കോവലൻ വിവാഹശേഷം മാധവി എന്ന് പറയുന്ന നർത്തകിയുമായി ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു. കോവലൻ തൻ്റെ രാജ്യത്തുള്ള എല്ലാ സ്വത്തും റാണിയായിട്ടുള്ള കണ്ണകിക്ക് കൊടുക്കാതെ എല്ലാം മാധവിക്ക് കൊണ്ട് കൊടുക്കുകയും അവസാനം മാധവി ധനം കുറഞ്ഞപ്പോൾ കോവലനെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ഈ കല്യാണ വിവാഹമായതിനു ശേഷം വർഷങ്ങളോളം കോവലന് വേണ്ടി കണ്ണകി കാത്തിരുന്നു. അങ്ങനെ അവരൊരുമിച്ച് മധുരയിലേക്ക് പോകുന്നു. മധുരയിൽ വെച്ച് കണ്ണകിയുടെ ചിലമ്പ് കണ്ണകി കോവലന് കൊടുക്കുന്നു. അത് കൊണ്ടുപോകുന്ന കോവലനെ രാജാവ് വധിക്കുകയും തുടർന്ന് ഈ വധത്തിനെ തുടർന്ന് കണ്ണകി കോപാകുലയാകുകയും ആ രാജ്യം തന്നെ, മധുര എന്ന് പറയുന്ന രാജ്യവും രാജാവിനെയും ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വെറും സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി വന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു തപശക്തി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെയോ ഒരു രാജാവിനെയോ ഒരു സമൂഹത്തിനെയോ എല്ലാം തന്നെ നശിപ്പിക്കാനും ഉണ്ടാക്കുവാനും ശക്തമായതാണ് എന്നുള്ളതാണ് ഇതിലുള്ള തെളിവ്. കാരണം ഇതൊരു വെറും കെട്ടുകഥ മാത്രമല്ല. മനുഷ്യനുള്ളിലുള്ള ആ ഒരു ശക്തി ചൈതന്യത്തിനെ ആരുണർത്തുന്നു അവർക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എന്തും സാധ്യമാണ്. അതായത് അവർക്ക് സംഹരിക്കാനും രക്ഷിക്കാനും എല്ലാത്തിനും സാധ്യമായ ഒരു സിദ്ധി കൈവരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ മധുര ദഹിപ്പിച്ച് വരുന്ന കണ്ണകി പൊങ്കാലയിട്ട് തിരുവനന്തപുരത്തെ ആറ്റുകാൽ മേഖലയിലെ ജനങ്ങൾ ആദരിക്കുകയും അതിൽ സന്തുഷ്ടയായി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പൊങ്കാല മഹോത്സവം. അതിനുശേഷം കണ്ണകി ദേവി കോവലനുമായി ഐക്യമാകുന്നതായിട്ടാണ് കഥയിൽ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു സ്ത്രീയോ പുരുഷനോ മനുഷ്യനായിട്ട് ജനിച്ചാലും അവർക്ക് ദിവ്യതയിലേക്ക് ഉയരാൻ സാധിക്കും. കറക്റ്റായിട്ടുള്ള സാധന, നിരന്തരമായിട്ടുള്ള സാധനയും സമർപ്പണവും ഈശ്വരഭക്തിയും ജീവിതത്തിനെയും അവരുടെ ജീവൻ്റെ അവസ്ഥയെയും ജീവാത്മാവിൽ നിന്നും പരമാത്മാവിലേക്ക് ഉയർത്തുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അമ്മയുടെ നടയിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ നടയിൽ ചോറുണ്ണിക്കാൻ മാതാപിതാക്കൾ കൊണ്ടുവരികയും ഇവിടെ ചോറുണ്ണിക്കുകയും പേര് വയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഒരു അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്മ മാറിയിരുന്നു അന്ന് തൊട്ടേ. പക്ഷെ അന്നൊന്നും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അത്ര ഡീപ്പായിട്ട് അറിയില്ല. പക്ഷെ കാലപ്പോക്കിൽ അതിൻ്റെയൊക്കെ അർത്ഥവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയും അമ്മയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം മനസ്സിലാക്കുകയും അമ്മ സമസ്ത വിദ്യകൾ തരുമ്പോഴും അമ്മയുടെ ദർശനം തരുമ്പോഴും ഒക്കെ നമുക്കതൊരു അനുഭൂതിയാവുകയും അങ്ങനെ അമ്മയിൽ കൂടുതൽ ഐക്യമാവുകയും ചെയ്തു. അതേപോലെ തന്നെ എന്നും ഇവിടെ അമ്മയുടെ നടയിലെ ഒരു പൂജാമലരായി അമ്മയുടെ പാദങ്ങളിൽ നമുക്ക് എന്നും ഒരു ഇടമുണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ.